അവരുടെ സ്വപ്ന പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു വാരമാണ്. ഭാഗ്യം എന്നുള്ളത് കൊണ്ട് നറുക്കെടുപ്പ് പോലുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപൂർവമാണ് അവർക്കൊക്കെ ഒരു അവസരം കിട്ടുക. അത് വലിയൊരു കരിയർ രൂപപ്പെടുത്തുന്നതാണ് അവരെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്ന പല കലാകാരന്മാരും ഈ ഗുരുജന പരപുണ്യാൻ ഔഷധിം ഭാഗ്യസിദ്ധിയും എന്നാണ് പറയുക. ആ 9ാം ഭാവം അത്തരത്തിലൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭഗവാന്റെ ഏതേത് നാമങ്ങളും ആണ് നമ്മുടെ മാനസിക ഊർജം വർദ്ധിക്കാൻ നല്ലതാണ്. മന്ത്രശാലയിൽ ചെയ്യുന്ന ഗണപതി ഹോമം, ഭഗവത്സയിലൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അർച്ചനയായിട്ടെങ്കിലും അതിൽ നടത്തപ്പെടുന്നതാണ്. അത്തരത്തിൽ ഈ ഒരു കാലത്തിലും അനുകൂലം കിട്ടുന്നില്ല കുംഭക്കൂറുകാർ എന്നാണ്. കുറേ പേരും ഗൗരവമേറിയ പഠന വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വാരം വളരെ നിർണായകപ്പെട്ടിട്ടുള്ളതാണ്. ഈശ്വരാധീനത്തോടുകൂടി നീങ്ങാൻ സാധിക്കണം. കൃഷ്ണന് രാശി വെക്കുന്ന ആളല്ല, കുറേ വർഷങ്ങളിലായിട്ട് ഞാൻ ജ്യോതിഷവുമായി ജീവിക്കുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ ഇല്ലത്ത് നടത്തുന്ന ഭഗവതി സേവയിലും ഗണപതി ഹോമത്തിലും നിങ്ങൾക്ക് അർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കും. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 ജൂലൈ 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് കർക്കടക മാസം 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലുള്ള ഫലത്തെയാണ് ഈ ഒരു വാരഫലമായിട്ട് പറയുന്നത്. ഒരാഴ്ച ദിവസങ്ങളിൽ കന്നിക്കൂറിൽപ്പെട്ട ഉത്ര നക്ഷത്രം മുതൽ ഏകദേശം ധനുക്കൂർ വരെയാണ് ചന്ദ്രൻ്റെ സഞ്ചാരം ഈ ഒരു വാരത്തിലുണ്ടാവുക. മറ്റ് ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഈ ഒരു കർക്കടക മാസത്തിൽ, അതായത് 30 ഞായറാഴ്ച മുതൽ ഇനി വരുന്ന ആഴ്ചകളിൽ, വെള്ളിയാഴ്ചയാണ് തുടങ്ങിയതെങ്കിൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസത്തെ പ്രാധാന്യവും നമുക്ക് നോക്കിയിട്ട് ഈ ഒരു വാരഫലത്തിലേക്ക് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം 4ാം ഭാവത്തിൽ ധർമ്മദൈവകാരകനായിട്ട് വ്യാഴം സർവേശ്വരകാരകനായിട്ട് ഉച്ചസ്ഥിതനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈശ്വരാധീനം ഈ ഒരു മേടക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം 12ാം ഭാവത്തിലുള്ള ശനി വക്രസഞ്ചാരം തുടങ്ങാൻ വേണ്ടി പോകുകയാണ്. ഏതാണ്ട് ഈ ഒരു വാരം കഴിയുന്നതോടുകൂടി ആരംഭം തുടങ്ങുകയാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ശനിക്ഷേത്രത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി വളരെയധികം നല്ലതാണ്. പൊതുവെ ഈ മേടക്കൂറുകാർക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാവുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക. കുറേ നാളുകളായിട്ട് ഒന്നിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അതോടൊപ്പം ഉപരി പഠനത്തിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും ശ്രമിക്കുന്ന ആൾക്കാർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു ഗ്രഹസ്ഥിതിയെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ബുധൻ്റെ ഒരു സ്ഥിതി ഈ സ്വക്ഷേത്രത്തിൽ 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ സഹോദര സൗഹൃദ ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ടതാവാനുള്ള കാര്യമുണ്ട്. അവരിൽ നിന്നും വളരെയധികം സഹായങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും സാംസ്കാരികമായ കാര്യങ്ങളിലും ഒക്കെ സാഹിത്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്ന ഒരു വാരമായി മനസ്സിലാക്കാം. പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിനും അതോടൊപ്പം പുതിയ ഭവനം നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു വാരം ഇവർക്ക് വളരെ ശുഭമായിട്ട് കാണുകയാണ്. ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ വമ്പിച്ച പുരോഗതി ഉണ്ടാവും. അമിതമായ നഷ്ടങ്ങൾ, അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങളൊക്കെ കുറഞ്ഞു വരാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. മേടക്കൂറുകാർ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ അനുകൂലത്തിന് വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം 30 തിങ്കളാഴ്ച വളരെയധികം നല്ലതാണ്. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ചേർത്ത് വെക്കുന്നതും ഈ ഒരു മാസകാലം വ്രതത്തിൻ്റെയും മാനസികമായിട്ടുള്ള ഊർജത്തെ ചേർത്ത് വെക്കാൻ വേണ്ടി കാമക്രോധ മോഹ ലാഭ മത്സര്യാദികൾ ഒഴിവാക്കാനുള്ളത് കൊണ്ട് ഈശ്വര ചിന്തകൾക്ക് വേണ്ടി പ്രാധാന്യം നൽകാൻ സാധിക്കുക ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച്. രാമായണാദി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. മാനസികമായി 12ാം ഭാവത്തിലെ ശനി എന്നുള്ളത് വളരെയധികം കഷ്ടതകളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു കുറവാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അത് അവനവനിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ധർമാദി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൻ്റെ അരഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് 11ാം ഭാവത്തിലുള്ള
ശനിയും അതോടൊപ്പം തന്നെ 3-ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 4-ാം ഭാവത്തിൽ ശുക്രൻ അതോടൊപ്പം തന്നെ കേതുവും സ്ഥിതി ചെയ്യണു. അവരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലേക്ക് ആദിത്യൻ രാശി മാറിയിട്ടുണ്ട് ഇന്നലെ മുതൽ. അതോടുകൂടി ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണെങ്കിലും ഈ ഒരു മാസകാലം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കേണ്ടതായ പിതൃകർമ്മങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി പൂർത്തീകരിക്കാൻ ഈ ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക. വളരെ കഷ്ടകാലങ്ങൾ കഴിഞ്ഞിട്ട് വളരെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം ആണ് അവരെ സംബന്ധിച്ച് ചിന്തനീയമായിട്ടുള്ളത്. അവരുടെ 11-ാം ഭാവത്തിലുള്ള ശനിക്ക് ഈ ഒരു വക്രസഞ്ചാരത്തോടുകൂടി വളരെയധികം ആ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടും. ജീവിതത്തിലുണ്ടാവുന്ന അപവാദങ്ങളും അതോടൊപ്പം തന്നെ അനിഷ്ടതകളും കഷ്ടതകളൊക്കെ കുറയാനുള്ള ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലെ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം വിദ്യ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള ഒരു കാലഘട്ടം, അതിന് ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ഇടവക്കൂറുകാർക്ക് അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടുന്നതായ പൂർവിക കർമ്മങ്ങൾ, അതാണ് പല ഇടവക്കൂറുകാരും അതിലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറുമെന്നുള്ളത് വളരെയധികം അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും കരസ്ഥമാകും. പ്രണയ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്കും വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. 4-ാം ഭാവത്തിൽ ആ ശുക്രന്റെ ഒരു സ്ഥിതി എന്നുള്ളത് വളരെ അനുകൂലത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതം സമാധാന അന്തരീക്ഷം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി ഉള്ള ഒത്തുചേരലും രമ്യമായിട്ടുള്ള ഒരു ജീവിതം അവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു വാരം തന്നെയാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും കർക്കിടക മാസത്തിൽ ചൊവ്വാഴ്ച ദിവസം 30 ചൊവ്വാഴ്ച ദിവസം കർക്കിടക മാസത്തിൽ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇടവക്കൂറുകാർ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മകീരൻ, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ബുധൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം 2-ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യാണ്. 3-ാം ഭാവത്തിൽ ശുക്രനാണ്. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി ദോഷം എന്നാണ് പറയുക ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ധാരാളം കഷ്ടതകളാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വരെ അവർക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുന്ന ഒരു വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാനസികമായ ഒരു ഉന്മേഷം, അവർക്ക് വിദ്യാ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നതും ആ ഒരു മടി വിട്ടുമാറുന്നതും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഉപരിപഠനത്തിനും വളരെ മികച്ച കാലമാണ്. അതോടൊപ്പം കർമ്മം അന്വേഷിക്കുന്നവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ പുരോഗതിയുള്ള ഒരു കാലഘട്ടമാണ്. ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം 2-ാം ഭാവത്തിൽ വ്യാഴം ഈ ഒരു 7-ാം ഭാവ അധിപനും കൂടിയായിട്ട് സ്ഥിതി ചെയ്യുകയാണ്, കർമാധിപനും കൂടിയായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. പൂർണ്ണ ഉച്ചസ്ഥിതനായ വ്യാഴം 2-ാം ഭാവത്തിൽ രക്ഷാസ്ഥാനം എന്നൊക്കെയാ പറയാം. അതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലമായി ഈ മിഥുനക്കൂറുകാർക്ക് അത് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ 2-ാം ഭാവത്തിലുള്ള ആദിത്യൻ എന്നുള്ളത് പൂർവികമായ സമ്പത്ത് കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവുന്നതിനും അതിനൊരു ഗൗരവം ഉണ്ടാവുന്നതും അവനവന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയോടുകൂടി പെരുമാറുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കാം. അതോടൊപ്പം കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറും, സഹപ്രവർത്തകരുമായി രമ്യതയിൽ പോകുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. നിത്യജോലി, നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവരൊക്കെ, അങ്ങനെയുള്ള ആൾക്കാർ അനവധി ഡ്രൈവർമാരായിട്ടുള്ളവരും കച്ചവടക്കാരായിട്ടുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ ലോട്ടറി കച്ചവടക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പല ആൾക്കാരും ലോഹ്യം പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചോദിക്കും, നല്ലതാണോ ലോട്ടറി, ഇന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ഈ മിഥുനക്കൂറുകാർ, പ്രത്യേകിച്ച് ഈ മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാരാണല്ലോ, അവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമാണ്. വാഹനം കരസ്ഥമാകുന്നതിനും കുറേ കാലങ്ങളായി ആഗ്രഹിച്ച ഭൂമി കരസ്ഥമാകുന്നതിനും ഭവനം കരസ്ഥമാകുന്നതിനും ഒക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ളവർക്ക് വളരെ ഒരു സന്തോഷം ഉണ്ടാവുന്നതാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ്. വിവാഹാദി വിഷയങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ വളരെ
ശ്രദ്ധയോടുകൂടിയതും അതോടൊപ്പം അർത്ഥപൂർണവുമായിട്ടുള്ളതായി മാറാനുള്ള സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് ഏറ്റവും മികച്ചത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും കർക്കടക മാസമാണ്. ഈ ഒരു ആദ്യ വാരത്തിൽ തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്ത് അർച്ചനകളും പുഷ്പാഞ്ജലികളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതോടൊപ്പം ഭഗവതി സേവയ്ക്ക് നിങ്ങൾക്ക് പേര് കൊടുക്കാൻ സാധിക്കാം. അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്യാം. മത്സ്യമാംസാദികൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഈശ്വരാധീനത്തെ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഏറ്റവും എളുപ്പ വഴികൾ എന്നുകൂടി മനസ്സിലാക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പുണർദം, പൂയം, ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാർക്കാണ് പിന്നീടുള്ളത്. ജന്മവ്യാഴം എന്നുള്ള ഒരു അതിവിപത്ത് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അത്രയധികം കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ആ രാശി സംക്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം പിന്നീട് ആ വ്യാഴം വളരെയധികം അനുകൂല സ്ഥിതിയാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിച്ചു എന്നുള്ളത് തന്നെ സ്വതേ ആ വ്യാഴത്തിന് ഒരു അമിതമായ പ്രാധാന്യം കൽപ്പിക്കുന്നതാണെങ്കിൽ ആ വ്യാഴത്തിന്റെ അനുകൂല അവസ്ഥ വരാൻ വേണ്ടി പോകുന്നത് ശനിക്ഷേത്രത്തിലേക്കുള്ള ആ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇനി അനുകൂലത്തിൽ വരുമ്പോഴാണ്. അതിപ്പോ ഇനി ഈ ഒരു വാര അവസാനത്തോടു കൂടി വക്രസഞ്ചാരവും കൂടി തുടങ്ങുന്ന ആ ഒരു ശനിയുടെ ഒരവസ്ഥ വളരെയധികം അനുകൂലമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. അവരുടെ ജീവിതത്തിൽ ധാർമ്മികമായ കാര്യത്തിൽ പ്രവൃത്തികളിൽ വളരെയധികം കരുതൽ അവർക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈശ്വരാധീനം വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി പൂർത്തീകരിക്കുന്നതിൽ കൂടിയുള്ള പലതരത്തിലുള്ള പ്രശസ്തിയും അവരെ തേടിയെത്തും. അതോടൊപ്പം തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കർക്കിടകൂറുകാർ തീർച്ചയായിട്ടും വിദേശ യാത്രകളും ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഭദ്രതയുണ്ടാവും. അതോടൊപ്പം തന്നെ വളരെ കരുതലോടും ഗൗരവപരമായി ദാമ്പത്യ ജീവിതത്തെ സമീപിക്കുകയും അത്തരത്തിലൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കർക്കിടകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഉന്മേഷവാന്മാരായിട്ട് ഈ ഒരു വാരം വളരെയധികം അവരെ ചിന്തിപ്പിക്കുന്നതാണ്. മാനസികമായ ഒരു ഊർജം അവർക്ക് വളരെയധികം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ കർക്കിടകൂറുകാരുടെ ധാർമ്മികമായ ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു വലിയ ഒരു മാറ്റം ഇന്ന് ഈ ഒരു വാരം മുതൽ ആരംഭിക്കുകയാണ് അവരെ സംബന്ധിച്ച്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അനവധി ആൾക്കാർ ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി ജീവിതത്തെ കണ്ട് ജീവിക്കാനുള്ള ഒരു വാരമായിട്ട്, ആരംഭ വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വാരത്തിൽ കർക്കിടകൂറിൽപ്പെട്ട പല ആൾക്കാരും ക്ഷേത്ര ദർശനമൊക്കെ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് അത്ഭുതം വരുന്നതാണ്. ഇത്ര കാലം നമ്മളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, മക്കൾക്കൊക്കെ ചില ഒരു ആഴ്ചയിൽ അങ്ങ് തോന്നുകയാണ് ഒന്ന് നന്നായേക്കാന്നാണ്. അപ്പൊ അമ്മമാരുടെ കൂടെയും ഫാമിലി ആയിട്ട് പോകുമ്പോഴൊക്കെ ഇവര് അമ്പലത്തിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് അകത്ത് കയറി തൊഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളതൊക്കെ ഈ വാരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു വാരത്തിൽ. വാഹനാദി ഭൂമി ലാഭം അവർക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ വമ്പിച്ച പുരോഗതിയാണ് പിന്നീട് കർക്കിടകൂറുകാർക്ക് ഏറ്റവും അത്ഭുതമായി പറയേണ്ടത്. അപ്രതീക്ഷിതമായ ധനലാഭം അവർക്ക് ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ പൂർവ്വപുണ്യങ്ങളായിട്ടുള്ള സുഹൃതങ്ങൾ, അതായത് ഭൂമിയാവട്ടെ സ്വത്തുവകകളാകട്ടെ പല ആൾക്കാരിൽ നിന്നുള്ള സ്നേഹിതന്മാരിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളാവും, ഇതൊക്കെ കർക്കിടകൂറുകാർക്ക് വളരെ അനുകൂലത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാരമായിട്ടുള്ളതാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ആ അനുകൂലത്തെ ഒന്നുകൂടി കൊണ്ടുവരാൻ സാധിക്കുക. അതോടൊപ്പം ദേവീക്ഷേത്ര ദർശനവും ഗണപതി ഹോമം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇവിടെയുള്ള എല്ലാ ദിവസവും മന്ത്രശാലയിൽ ചെയ്യുന്ന ഗണപതി ഹോമം ഭഗവത്സയിലൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അർച്ചനയായിട്ടെങ്കിലും അതിൽ നടത്തപ്പെടുന്നതാണ്. അത്തരത്തിലൊക്കെ നിങ്ങൾക്കുള്ള അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ കർക്കിടകൂറുകാർ ദേവിക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവരെ ശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു മാസമാണ് പൊതുവെ ഈ രാമായണ മാസം. ഇതിനൊക്കെയുള്ള മാനസിക ഊർജം വളരെ മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് ചേർത്ത് വെക്കാൻ സാധിക്കുക കർക്കിടകൂറുകാർക്ക് കേൾക്കുന്നവർ. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യമാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലങ്ങളാണ് അവർക്ക് ഈ ഒരു വാരത്തിൽ. കർക്കിടക ആദ്യ വാരങ്ങളില്ലേ 30 ആഴ്ചകളിലായി അവരുടെ ജീവിതം അത് വളരെയധികം നോട്ടീസ് ചെയ്യപ്പെടുന്നതാണ്. ജീവിതത്തിൽ ഒരു തിരിച്ചുനോട്ടം അവർക്ക് ഉണ്ടായെങ്കിൽ ഈ ഒരു കർക്കിടകത്തിലെ 30 വാരം അവർ മറക്കില്ല. അത്രയധികം ഭാഗ്യങ്ങളാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ വേണ്ടി പോകുന്നത്. അവരുടെ ഈ അഷ്ടമശനി ദോഷം എന്നുള്ളത് തീർത്തും മാറുന്ന ഒരു അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. അതിപ്പോൾ വിശ്വാസമില്ലാത്തവർ പോലും കുറേയൊക്കെ രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്.
അത്ര പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. 12ാം ഭാവത്തിലുള്ള ആ വ്യാഴം എന്നുള്ളത് നമുക്ക് പൊതുവെ ഒരു ഭയത്തെ പ്രദാനം ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഭയമല്ല ഇവിടെ ഉണ്ടാവുക. മറിച്ച് ആ ഒരു അഷ്ടമത്തിലുള്ള ശനിയുടെ കാഠിന്യം കുറഞ്ഞ് വക്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വാര അവസാനത്തോടു കൂടി വല്ലാത്ത ഒരു മാനസിക ഊർജ്ജം നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും, ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കുറേ നാളുകളായി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത പല ആൾക്കാരും രാശി വെക്കാനൊക്കെ വരുമ്പോൾ പറയുന്നത് കേൾക്കാം, ജോലി സ്ഥലത്ത് നിന്നുണ്ടായ അപകടങ്ങളാവട്ടെ ഒക്കെ ഈ ആരോഗ്യം മെച്ചപ്പെട്ട് വന്ന് കുറേ നാളുകളൊക്കെ ചികിത്സയൊക്കെ ഉള്ളവർ ഈ ഒരു വാരത്തോടുകൂടി എഴുന്നേറ്റ് നടക്കാനും അതോടൊപ്പം ജോലിക്ക് പോകാനൊക്കെ തയ്യാറാകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്തവർ മടിയായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, മടി പിടിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ട് ഒന്ന് ജോലിക്കൊക്കെ പോയേക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയധികം അവരുടെ മനസ്സിന് ഒരു ഉന്മേഷം ഉണ്ടാകും ഈ ഒരു സമയം അനുകൂലത്തെ കിട്ടുമ്പോഴെന്നാണ്. ഇത് ചിന്തിച്ച് അറിഞ്ഞു പെരുമാറുന്നവർക്കാണ് അതിൻ്റെ ഫലം കിട്ടുക. അത്തരത്തിൽ ചിങ്ങക്കൂറുകാർക്ക് മഹാഭാഗ്യകാലം തന്നെയാണ്. വ്യാഴ ദൃഷ്ടിയാണ്, ഏതാണ്ട് ഉച്ചസ്ഥിതനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ ഉള്ളത് പോലെയാണ് അവർക്ക്. അങ്ങനെയുള്ള ഒരു അനുകൂലത്തെ അവർക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ വാഹനാദി ഭവന ഭൂമി സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലേശം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു ആൾക്കാരെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ ആഭരണാദി ലാഭം, അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധയോടുകൂടി പൂർത്തീകരിക്കേണ്ടതാണ് ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാർ. അതോടൊപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും ആ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ക്ലേശം ഉണ്ടെങ്കിൽ, ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന ഒരു വാരമാണ്. ഉന്മേഷത്തോടുകൂടി അവർക്ക് പഠിക്കാനുള്ള ഒരു വാരം തന്നെയാണ്. അതോടൊപ്പം കർമ്മ മേഖലയിലും പുരോഗതി തന്നെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ 10ാം ഭാവ അധിപനായ ആ ശുക്രനാണ് രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വമ്പിച്ച മാറ്റം അവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് തടസ്സമായി ഉണ്ടായിട്ടുള്ളത് ഈ ശനിയാണ്, അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഈ ഒരു വാരം കർക്കടകമാണ് പറയണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരു വാരത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം സ്വന്തം പേരിൽ നടത്തുക. ഈ ഒരു ചിങ്ങക്കൂറുകാർ ഗണപതി ഹോമം, ഭഗവതി സേവ നടത്തുക. അന്നേ ദിവസം നിങ്ങൾ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ വളരെയധികം അനുകൂലത്തെ കൊണ്ടുവരാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ചിങ്ങക്കൂറുകാർക്ക് അത് കേൾക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്രത്തിൻ്റെ അവസാന ഭാഗം അത്തം ചിത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാർക്കാണ് പിന്നീട് 7ാം ഭാവത്തിൽ ശനി, അതോടൊപ്പം തന്നെ 11ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ വളരെയധികം ഉച്ചസ്ഥിതനായിട്ടുള്ള ഒരു രാശിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമാണ് ആദ്യം പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കൂടി ആ മീനക്കൂറിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ 7-2 ശനിയുടെ ദോഷം വളരെയധികം കാഠിന്യം കുറഞ്ഞ രീതിയിൽ അവർക്ക് ഉണ്ടാവുന്നതാണ്. അവരുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളൊക്കെ ഇപ്പോൾ സഹിക്കാൻ പറ്റും. അതൊന്നും ഒരു വലിയൊരു അലട്ടലല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് അവർ മാറുന്ന ഒരു കാലഘട്ടമാണ്. മാനസികമായ ഒരു പരിവർത്തനം അവർക്ക് ഉണ്ടാവും. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തീർത്ഥാടനാദി വിഷയങ്ങളിൽ അവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അതോടൊപ്പം ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങൾ ധാരാളമായി ചെയ്യാനുള്ള സാധ്യത കൂടിയിട്ടുള്ള വാരമാണ് ഈ കന്നിക്കൂറുകാർ. ദാനധർമ്മങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ സാധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതിനൊക്കെയുള്ള ഒരു മാനസിക സ്ഥിതി അവർക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജോലി കരസ്ഥമാകുന്ന വാരം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വളരെ മെച്ചപ്പെട്ടതായിട്ടുള്ള ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ വാഹനാദി ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കേടുപാടുകളും ഇടപാടുകളിലെ തെറ്റുകളും ക്രമക്കേടുകളും ഒക്കെ മാറി വന്ന് അതൊക്കെ സ്വന്തമായി അനുകൂലത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ കുറേ നാളുകളായിട്ടുണ്ടായ കേസ് വകകളൊക്കെ വിട്ടുമാറി വളരെയധികം അഭിവൃദ്ധി വരുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാർക്ക്. ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടു വരുന്നതാണ്. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് രക്തസമ്മർദ്ദപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്ക് കുറവുണ്ടാവും, സന്ധി സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു കുറവുണ്ടാവും. അതോടൊപ്പം നേത്രരോഗങ്ങൾ തീർത്തും വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടമാണ്. വാതരോഗങ്ങൾ ശമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അനുകൂല സ്ഥിതിയാണ് ആരോഗ്യ ഭാവങ്ങളിൽ പറയാൻ വേണ്ടി സാധിക്കുക ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ശിവക്ഷേത്ര ദർശനം വളരെ വിശേഷപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ 30 തിങ്കളാഴ്ച എന്നുള്ളത് ഈ കർക്കിടകൂറിൽ എന്നുള്ളത് പിതൃദോഷം മാറുന്നതിനും അതോടൊപ്പം പൂർവീക ആ സുഹൃതം നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, ആ സുഹൃതത്തെ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ മെച്ചപ്പെടുക, നമ്മുടെ ധാർമ്മിക ബോധം വർദ്ധിക്കുക, നമ്മൾ തന്നെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് പ്രാവർത്തിക്കുക. അത്തരത്തിൽ ചേർത്ത് വെക്കാൻ കന്നിക്കൂറുകാർക്ക് ശിവക്ഷേത്ര ദർശനം വളരെയധികം ചേർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ഐശ്വര്യത്തെ ചേർക്കാൻ അത് വളരെ ഉത്തമമാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കന്നിക്കൂറുകാർക്ക്.
ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച്, തുലാവക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ സർവീശ്വരകാരകനായി വ്യാഴം വളരെ അനുകൂലത്തോടുകൂടി ഉച്ചസ്ഥിതനായിട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കണു എന്നുള്ളതും അതോടൊപ്പം ശനിക്ക് അവിടെ ഒരു വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുകൂല സ്ഥിതിയാണ്. ആ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ആ സ്വക്ഷേത്രത്തിലേക്കുള്ള ദൃഷ്ടി നിസാരപ്പെട്ടിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആ ശനി ഉച്ചസ്ഥിതനായിട്ടുള്ള ഒരു ഫലത്തെയാണ് അവർക്ക് നൽകുക. രോഗങ്ങൾ ശമിക്കും എന്നുള്ളതാണ്. ആരോഗ്യകാര്യം വളരെയധികം മെച്ചപ്പെടും. കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർക്ക് വരെ ഈ തുലാവക്കൂറിലുള്ളവർക്ക് ആരോഗ്യകാര്യം ശ്രദ്ധിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും, നേത്ര രോഗങ്ങൾ ശമിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം കർമ്മമേഖലയിൽ പുരോഗതിയാണ് പിന്നീട് പറയാനുള്ളത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കരസ്ഥമാകുന്ന ഒരു വാരമാണ്. അവരെ ഇങ്ങോട്ട് ജോലി സ്ഥലത്ത് നിന്ന് അന്വേഷിക്കുന്നതാണ്. അത്ര പോലും യോഗങ്ങളാണ് ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. അതോടൊപ്പം തന്നെ ഈ കർക്കടക മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പഠനം പൂർത്തിയാക്കിയവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നവരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വളരെ മികച്ച സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി വളരെയധികം വന്നു ചേരും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കർമ്മ മേഖലയിൽ, കർമ്മരാശിയിൽ ഈ ഒരു ആദിത്യ സ്ഥിതി ചെയ്യുക എന്നുള്ളത് കുറേ നാളുകളിലേക്കായിട്ടുള്ള ഡിപ്പോസിറ്റ് ആക്കാനുള്ള അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, ഒരുപടി സമ്പത്ത് ഉണ്ടാവുക, അസറ്റായിട്ട് മാറുന്ന സമ്പത്തുകൾ അങ്ങനെ ആവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. കുടുംബാംഗങ്ങളുടെ ഇടയിൽ വളരെ സന്തോഷം ഉണ്ടാവും. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു സമാഗമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തീർത്ഥാടനങ്ങൾക്കുള്ള സാധ്യതയാണ്. ദാനധർമാദികൾ പ്രവർത്തിക്കാനുള്ള വളരെ അനുകൂലപ്പെട്ട സമയമാണ്. പല ആൾക്കാർക്കും ദാനങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും മൃഗങ്ങളെ സഹായിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു പരോപകാരം എന്നുള്ള രീതിയിൽ തോന്നുന്ന കാലഘട്ടമാണ്. അതൊക്കെ ചേർത്ത് വെക്കുക, അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ വരുന്ന ആഴ്ചകളിൽ, അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതോടൊപ്പം തന്നെ ഗണപതി ഹോമം നടത്തുക, ഇതൊക്കെ ഈ ഒരു കർക്കടകത്തിന് ഒരു ഐശ്വര്യം നമുക്ക് വന്നു ചേരാനും വളരെ വിശേഷമാണ്. ഇപ്പം ഗൃഹങ്ങളിലൊക്കെ ധാരാളം ഗണപതി ഹോമം വീടുകളിലൊക്കെ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും അടുത്തുള്ള വീടുകളിലും ദൂരത്തൊക്കെ ആയിട്ട് ഗണപതി ഹോമം എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കർക്കടകത്തിൽ. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് കർക്കടക മാസം ഒരുവിധം പേരൊക്കെ അവനവൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ ഇന്ന് ചെയ്യാറുണ്ട്. എങ്കിൽ അത് സാധിക്കാത്തവർ നിർബന്ധമായി അടുത്തുള്ള ക്ഷേത്രത്തിൽ അവനവൻ്റെ നക്ഷത്രവും വരുന്ന ദിവസം എല്ലാ മെമ്പേഴ്സും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അമ്പലത്തിലൊന്നും അതിന് വലിയൊരു പൈസയൊന്നും ഉണ്ടാവില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അത് ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 9ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ്. വളരെയധികം അനുകൂലമാണ്. ആ വ്യാഴത്തിൻ്റെ ഒരു ഭാഗ്യസ്ഥാനത്താണല്ലോ. അതുകൊണ്ട് തന്നെ ഗുരുജന പരപുണ്യാൻ ഔഷധിം ഭാഗ്യസിദ്ധിയും എന്നാണ് പറയുക. ആ 9ാം ഭാവം എന്നുള്ളത് വളരെയധികം പൂർവീക സുഹൃതങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഒരു രാശിയാണ്. മഹാഭാഗ്യാധിപനായ വ്യാഴം എന്ന് വേണം വിസ്തരിക്കാൻ. അത്തരത്തിലുള്ള ഒരു അനുകൂല സ്ഥിതിയാണ് വൃശ്ചികക്കൂറുകാർക്ക് പറയാനുള്ളത്. ദീർഘനാളത്തെ പ്രയത്നം കൊണ്ട് അവർ പലതും കരസ്ഥമാകുന്ന ഒരു കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അവരുടെ സ്വപ്ന പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു വാരമാണ്. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേരുടെ പ്രയത്നത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് അതിലൊരു പ്രശസ്തിയൊക്കെ കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ഇത്തരത്തിൽ ഏറ്റവും അഭിവൃദ്ധി കൂടിയ ജീവിതത്തിലെ വിലപ്പെട്ട വാരമാണ് ഈ ഒരു വാരം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായി കുറേ വർഷങ്ങളിലേക്കുള്ള സമ്പത്ത് അവർക്ക് കൂട്ടിവെക്കാനുള്ള അത്രയും കിട്ടുന്നതാണ് ഈ ഒരു വാരം. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ധനലാഭം, മാനസിക സ്വസ്ഥതയാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങളിൽ ആ ഒരു അവനവൻ്റെ പ്രാതിനിധ്യത്തെ പൂർത്തീകരിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലും ആ ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മാനസികമായിട്ട്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോട് നീങ്ങിക്കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള പഠിപ്പുകൾ ഉള്ളവരെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാർ ഇന്നാൾ വിളിച്ചപ്പോൾ അവരൊക്കെ ഈ IAS ടെസ്റ്റിന് പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്ര പോലും ഗൗരവമേറിയ പഠന വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വാരം വളരെ നിർണായകപ്പെട്ടിട്ടുള്ളതാണ്. ഈശ്വരാധീനത്തോടുകൂടി നീങ്ങാൻ സാധിക്കണം വൃശ്ചികക്കൂറുകാർ. അതോടൊപ്പം തന്നെ വൃശ്ചികക്കൂറുകാർ വാഹനാദി ക്ലേശങ്ങൾ വിട്ടുമാറും. ഭൂമി സംബന്ധപ്പെട്ട ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അനുകൂലപ്പെട്ട് വരുന്നതാണ്.
ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുന്നതിന്, അതിനുള്ള ചിന്തകൾ ആരംഭിക്കുന്നതിന്, അതോടൊപ്പം ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മമേഖലയിലുള്ള പുരോഗതിയാണ് ഏറ്റവും വിശേഷം. അപ്രതീക്ഷിതമായ ധനഭാഗ്യം എന്നുള്ളത് കൊണ്ട് നറുക്കെടുപ്പ് പോലുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശനി കവചം എന്നുള്ള മഹായന്ത്രത്തെ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്കായി കൊണ്ട് മുപ്പിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞു എങ്കിലും ഈ കർക്കടക മാസത്തിൽ ഇനി വരുന്നതായ 10-ാം തീയതി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഭഗവതി സേവ നടത്തുക. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകളിലായിക്കൊണ്ട് ദേവിക്ക് പ്രാർത്ഥിക്കുക. ആ രാശിനാഥനായ ചൊവ്വയുടെ പൂർണ്ണ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഓം ദുർഗായേ നമ എന്നുള്ള മന്ത്രത്തെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ വൃശ്ചികക്കൂറുകാർക്ക്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ധനുക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ കണ്ടകശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ അഷ്ടമത്തിലാണ് വ്യാഴം മാറ്റം വന്നിട്ടുള്ളത്. ആ വ്യാഴത്തോടൊപ്പം ആദിത്യനും അഷ്ടമത്തിലേക്ക് ഒരു മാസ കാലഘട്ടമാണ്. അതോടൊപ്പം 7-ാം ഭാവത്തിൽ ബുധനും സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ 9-ാം ഭാവത്തിൽ ശുക്രനും ഈ 3-ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ അത്ര അനുകൂലമല്ല ധനുക്കൂറുകാർക്ക് ഈ ഒരു വാരം. വളരെയധികം കരുതലോടും ഈശ്വരാധീനവും ചേർത്ത് വെക്കേണ്ടുന്ന ഒരു വാരമാണ്. അവരുടെ കണ്ടകശനി ദോഷത്തിന് എങ്കിൽ ഏറ്റവും കൂടുതൽ അനുകൂല സ്ഥിതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ശനിക്ഷേത്രത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി എന്നുള്ളത് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കാനും കൂടി തുടങ്ങുന്നു എന്നുള്ളതും കൊണ്ട് തന്നെ ആ ശനിദോഷം പൂർണ്ണമായിട്ടും അവർക്ക് മാറി എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം. അത്രയധികം അനുകൂലമാണ് ഏതാണ്ട് 3-4 മാസ കാലഘട്ടത്തോളം. അതൊക്കെ ഇവർക്ക് ഒരു അനുകൂലമാണെങ്കിലും അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈശ്വരാധീനത്തിന്റെ കുറവ് നിങ്ങൾക്ക് തോന്നിയേക്കാം. മാനസികമായിട്ട് അകാരണമായ ഭയവും ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ്. അകാരണമായ ശത്രുക്കൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അത്തരത്തിലെങ്കിൽ നിഷ്പ്രയാസം ഒരുപറ്റം ആൾക്കാർക്ക്, ഈ ധനുക്കൂറുകാർക്ക് അത് ഒന്നും തന്നെ അവർക്ക് ബാധിക്കാതെയും പോകുന്നതായിട്ട് കാണാം. അത്തരത്തിൽ ഈശ്വരാധീനം എന്നുള്ളത് ചേർത്ത് വെക്കുന്നതിനനുസരിച്ചിട്ടാണ്. ധാർമ്മികമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. ധാർമ്മികമായ ശ്രദ്ധ കുറയുമ്പോഴാണ് ഈശ്വരാധീനം കുറയുക. അത്തരത്തിലുള്ളവർക്ക് ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ 2 ഫലങ്ങൾ കിട്ടുന്നതാണ് ധനുക്കൂറുകാർക്കാണ്. 4-ാം ഭാവത്തിൽ ശനിദോഷം കുറഞ്ഞിട്ടുള്ള ഒരു വിധം ആൾക്കാർക്കൊക്കെ വളരെയധികം അനുകൂലമായി ഈ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഒഴിയാൻ തന്നെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ന കുറേ പേർക്ക് അത് അശ്രദ്ധ കൊണ്ട് പല ക്ലേശങ്ങളും ഉണ്ടാക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വാരത്തിൽ ഭാഗനാദി വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ഈ ഒരു വാരം. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. ദൂരദേശ പഠനത്തിനായിക്കൊണ്ട് അനവധി വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നതും ഉപരിപഠനത്തിന് ഈ ഒരു വാരം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കാരണം ഈ ഒരു വാരത്തിലുണ്ട്. അത്രയധികം ഈശ്വരാധീനമുള്ള വാരമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. മധ്യവയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശരീര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളിൽ രക്ത സംബന്ധപ്പെട്ട അസുഖമാവട്ടെ, ശിരോരോഗം ആവട്ടെ, ഈ നേത്രരോഗങ്ങൾ, ഇതൊക്കെ ഒരു കരുതലോടുകൂടി നിൽക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഉദരപീഡയും ഈ ഒരു വാരത്തിൽ മധ്യവയസ്സിന് മുകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതോടൊപ്പം ശനിക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും വളരെയധികം ഉത്തമമാണ്. ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ ഒരു 7-ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. നിവൃത്തി രാശിയിലാണ് ആ ഒരു വ്യാഴം ഉച്ചസ്ഥിതിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധം കാര്യങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. കുറേ നാളുകളായിട്ട് പദ്ധതികൾ, കുറേ നാളുകളായിട്ടുള്ള കടം തീരുന്ന ഒരു വാരം, അതോടൊപ്പം തന്നെ കുറേ നാളുകളായിട്ടുള്ള ലോണുകളും മറ്റും ക്ലോസ് ചെയ്യുന്ന ഒരു വാരമായിട്ടും കുറേ കാലങ്ങളായിട്ടുള്ള ക്ലേശങ്ങൾ, ഒരുപാട് അലോസരങ്ങൾ തീങ്ങുന്ന ഒരു വാരമായിട്ടാണ് ഈ ഒരു മകരക്കൂറുകാർക്ക് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വാരത്തിൽ ആ ശനിയുടെ ദോഷം കുറഞ്ഞിട്ടുള്ള ഒരു അനുകൂല സ്ഥിതി ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. അപ്രതീക്ഷിതമായി കരുതി വെച്ച ധനം നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതോടൊപ്പം അമിതമായിട്ടുള്ള പൂർവീക സ്വത്തും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ അർഹരാകുന്ന ഒരു വാരമാണ്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിദേശ യാത്രകൾക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അതോടൊപ്പം
പ്രണയിതാക്കളെയും ദമ്പതിമാരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലം തന്നെയാണ്. അവർ ശിവക്ഷേത്ര ദർശനവും കൂടി ചെയ്യണം. അനുകൂലത്തിലില്ലാത്തവർക്ക് ഇത് കേട്ടിട്ട് പോവല്ല, അവർ ആ ശിവക്ഷേത്ര ദർശനവും കൂടി ചെയ്യുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം യോഗമുള്ള ഒരു വാരമാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ വാഹന ലഭ്യത, പുതിയ വാഹനം വാങ്ങുന്നതിനും അതോടൊപ്പം പഴയത് കൊടുത്ത് ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. ഭൂമി സംബന്ധപ്പെട്ടിട്ടും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അനുകൂലം തന്നെയാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവും. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഓം നമോ നാരായണായ എന്നുള്ള മഹാമന്ത്രം വളരെയധികം നല്ലതാണ്. അത്തരത്തിൽ ജപിക്കുന്നതും വളരെയധികം ഐശ്വര്യത്തെ ചേർത്ത് വെക്കാൻ സാധിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യപരമായി മധ്യവയസ്സിനുള്ളവരെ സംബന്ധിച്ച് രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്ക് കുറവുണ്ടാവുന്നതാണ്. വാദങ്ങളും പിത്തങ്ങളും കൂടി വർദ്ധിക്കുമ്പോഴുള്ള അസുഖങ്ങൾ, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചു പോവുക, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാവും. അത്തരത്തിലുള്ള പലതിൻ്റെയും കുറവും കൂടുതലും കൊണ്ടാണ്. അതിനൊക്കെയുള്ള സാധ്യത ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് തുടങ്ങിയേക്കാം. അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യമില്ലാണ്ടിരിക്കുക, ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. ശിവക്ഷേത്ര ദർശനവും ശനിക്ഷേത്ര ദർശനവും ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 2ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ആ ഒരു ശനി ദോഷത്തെ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട ക്ലേശങ്ങളിലൊക്കെ അവർ സഞ്ചരിച്ചു കഴിഞ്ഞു കുംഭക്കൂറുകാർ. കുറേ പേരാണ്, പ്രത്യേകിച്ച് പൂരുട്ടാതി നക്ഷത്രക്കാരൊക്കെ കുറേ ആൾ എന്നോട് ദേഷ്യം വന്നിട്ട് പോയവരെന്നുണ്ട്. എൻ്റെ കുറ്റം കൊണ്ടാണ് തോന്നിയിട്ടുണ്ട്. അതുപോലെ അവർക്കൊക്കെ വിഷമം വന്നിട്ടുണ്ട്. ഈ ഒരു കാലത്തിലും അനുകൂലം കിട്ടുന്നില്ല കുംഭക്കൂറുകാർ എന്നാണ്. കുറേ പേര് അങ്ങനെ ഉണ്ട് എന്നോ, സത്യമാണത്. അത്തരത്തിലുള്ള കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ്. അവരുടെ ഈ ഒരു 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണെങ്കിലും വളരെയധികം അനുകൂലങ്ങളാണ്. ശനിദോഷം ഒന്ന് വിട്ടുമാറുന്നതാണ്. അവർ അകാരണമായി പെട്ടുപോയ ക്ലേശങ്ങൾ ഇനി മാറാൻ തുടങ്ങുകയാണ് ഈ ഒരു വാരം മുതൽ. പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്നും അവർ വിട്ടുമാറാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ പൂർവീകമായ സ്വത്തുവകകൾ കിട്ടും. നഷ്ടപ്പെട്ട വസ്തുക്കൾ അവർക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ കുറെ കേസുവകകളായിട്ട് നിൽക്കുന്ന വസ്തുക്കൾ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കേസുവകകളിലാണ് വളരെയധികം നിർണായകമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ ഒരു വാരത്തിൽ നടക്കും. അതോടൊപ്പം സഹോദര സൗഹൃദ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കും. അതോടൊപ്പം കുടുംബാംഗങ്ങളുമായി വളരെയധികം സൗമ്യതയിലും അല്ലെങ്കിൽ രമ്യതയിലും സഹായ പരസ്പരം ആയിട്ട് നീങ്ങുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതൊക്കെ കൊണ്ട് മാനസിക ഊർജം വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ആ 6ാം ഭാവത്തിലുള്ള വ്യാഴം എന്നുള്ള അനിഷ്ടസ്ഥിതൻ ഇഷ്ടസ്ഥിതനാകുന്ന ഒരു അനുകൂല സ്ഥിതിയാണ് ശനിയെ കൊണ്ട് എന്നാണ്. ഇതിപ്പോ ഒരു ഗ്രഹം നമുക്ക് വളരെ അനിഷ്ടമായിരിക്കുമ്പോൾ മറ്റൊരു ഗ്രഹം ഈ ഗ്രഹത്തെ കൊണ്ട് തന്നെ അനുകൂലം ചെയ്യണു എന്നുള്ള ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഈശ്വരാധീനം വളരെയധികം നിങ്ങൾക്ക് ബലാബലം ചെയ്യും. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെയും ജപിക്കുക. അത്തരത്തിലൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭഗവാന്റെ ഏതേത് നാമങ്ങളും ആണ് നമ്മുടെ മാനസിക ഊർജം വർദ്ധിക്കാൻ നല്ലതാണ്. മനസ്സിന്റെ തേജസ് വർദ്ധിക്കപ്പെടും എന്നാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ചേർക്കാൻ ഈ കുംഭക്കൂറുകാർക്ക് സാധിക്കണം. അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കും. വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല. വളരെ സന്തോഷമായിട്ട് നീങ്ങാൻ സാധിക്കും. എത്രയോ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു സന്തോഷം മാനസികമായിട്ട് വിവാഹ ജീവിതത്തിൽ ഒരു ഗൗരവമായ പല ചിന്തകളും നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ സഹോദര ബന്ധം മെച്ചപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ 5ാം ഭാവത്തിൽ ഈ കുംഭക്കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ പഠന വിഷയങ്ങളിലും മറ്റും അവർക്ക് അതിൻ്റെ ആ ഒരു സ്ഥാനലഭ്യത കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉപരിപഠനം കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലി കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ പഠന മേഖലയിൽ പെട്ടിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ അധ്യാപകന്മാരെ സംബന്ധിച്ച് വരെ ഈ ഒരു കുംഭക്കൂറുകാർക്ക് അനുകൂലം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്തരത്തിൽ കർമ്മ മേഖലയിൽ പുരോഗതിയാണ്. അതോടൊപ്പം സാംസ്കാരിക സാഹിത്യ മേഖലയിൽ കുറേ നാളുകളിലായിട്ട് ഒരു കർമ്മ മേഖലയിലും അവർക്ക് വേണ്ടതുപോലെ ശോഭിക്കാൻ പറ്റാത്ത പല കലാകാരന്മാരാവട്ടെ, ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും പ്രശസ്തരാവാൻ സാധിക്കില്ല. അങ്ങനെ അപൂർവമാണ് അവർക്കൊക്കെ ഒരു അവസരം കിട്ടുക. അത് വലിയൊരു കരിയർ
രൂപപ്പെടുത്തുന്നതാണ് അവരെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്ന പല കലാകാരന്മാരും ഈ ഒരു വാരത്തിൽ അതിന് അർഹരാവുന്നതാണ്. അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ഈ ഒരു വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ ഈ വ്യാഴാഴ്ച 30 വ്യാഴാഴ്ച വരികയാണ്. ഈ ഒരു ആഴ്ചയിൽ തന്നെ 25-ാം തീയതി വളരെയധികം നല്ലതാണ്. അന്നത്തെ ദിവസം ഈ വരുന്നവരുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതൊക്കെ വളരെയധികം നല്ലതാണ്. അത്തരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കണം. പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം എന്നുള്ളത് ഇനിയിപ്പോൾ എത്ര കുറവുകൾ ഉണ്ടെങ്കിലും ആ വ്യാഴം എന്നുള്ളത് ലക്ഷം ദോഷാൻ ഗുരോർഹന്തി എന്നാണ്. എത്ര ദോഷങ്ങൾ എന്നല്ല, ലക്ഷങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറയാം. അത്തരത്തിൽ ദോഷങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഒരു സന്തോഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ആ പഴയതിൻ്റെ ക്ലേശങ്ങൾ വിട്ടുമാറി കഴിഞ്ഞ വിഷമങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാതെ മാനസികമായിട്ടുള്ള ഊർജത്തോട് നീങ്ങുന്നതാണ് മനുഷ്യൻ. ഈ ഒരു ഭാരത്തിൽ മീനക്കൂറിൽ പെട്ടിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ പഴയ പല കാര്യങ്ങളിൽ നിന്നുള്ള വിഷമങ്ങൾ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് അവർ ചേർന്നിരിക്കുന്നതായി കാണാം. അതോടൊപ്പം തന്നെ സാമ്പത്തിക വർധനവുണ്ടാവും. പുതിയ ഒരു കർമ്മ മേഖല അവർ അന്വേഷിച്ച് തരപ്പെട്ട ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. ഇങ്ങനെ മീനക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന അനുകൂലങ്ങൾ എന്നാണ്. കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ. വാഹനാദി ലഭ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള അനുകൂല സ്ഥിതിയാണ്. ഭവനം മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം പൂർവീകമായ സ്വത്തുവകകൾ നിർബന്ധമായി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് പോലെ അത്രയധികം ഫലങ്ങളാണ് ഈ ഒരു വാരത്തിൽ. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ അതിൻ്റെ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാവും. അത്തരത്തിലാണ് മീനക്കൂറുകാർക്ക് പൂർവീക സ്വത്തുകളാവട്ടെ, പാരമ്പര്യാഗതമായിട്ട് വരുന്ന പല സ്ഥാനങ്ങളാവട്ടെ, അതൊക്കെ ഈ ഒരു വാരത്തിൽ അർഹരാവുന്നതാണ്. സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ളവർക്കൊക്കെ വളരെയധികം അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രശസ്തിയും പേരും ഒക്കെ കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെയധികം അനുകൂലമാണ്. ഇതുവരെ പ്രണയിക്കാത്തവർ പോലും പ്രണയിക്കുന്ന ഒരു വാരം എന്നൊക്കെ പറയാം മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അതോടൊപ്പം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങൾക്കുള്ള അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ഈ ജന്മശനി എന്നുള്ള ദോഷം പറഞ്ഞല്ലോ, ഈ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ വളരെയധികം മാറ്റം വരികയാണ്. അതോടൊപ്പം ഈ വ്യാഴം ഈ ഒരു 27-ാം തീയതിക്ക് ശേഷം പിന്നീട് ശനി ഈ മാസം അവസാനത്തോടുകൂടി വക്രസഞ്ചാരവും കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ഏതാണ്ട് ക്ലേശങ്ങൾ കുറേ നാളുകളായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ആ വിഷമങ്ങൾ അതൊക്കെ ഇപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് മീനക്കൂറുകാർക്ക്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് കർക്കിടകത്തിലെ 30 തിങ്കളാഴ്ച നാളെ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും അതോടൊപ്പം ശിവ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ ഭഗവതേ വാസുദേവായ നമശിവായ എന്നുള്ള മന്ത്രത്തെ ജപിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഈ വാരത്തിലെ വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലത്ത് നടത്തുന്ന ഭഗവതി സേവയിലും ഗണപതി ഹോമത്തിലും നിങ്ങൾക്ക് അർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾക്ക് നേരിട്ട് നടത്തേണ്ടവർക്കാണെങ്കിൽ അതിന് നിങ്ങൾക്ക് വാട്സപ്പുമായി ബന്ധപ്പെടാം. നിങ്ങളുടെ പേരും നാളിലും പ്രസാദം അയച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ പല ആൾക്കാരും ജാതകം നോക്കുന്നതിന് എത്രയാ ഫീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫീസ് പറഞ്ഞ് രാശി വെക്കുന്ന ആളല്ല. കുറേ വർഷങ്ങളിലായിട്ട് ഞാൻ ജ്യോതിഷവുമായി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ സാമ്പത്തികമായി പറഞ്ഞിട്ട് എനിക്ക് ഈ ജോലിയായിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അറിയേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും എഴുതി അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം. സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും തരണ്ട. പല ആൾക്കാരും വിളിച്ചിട്ട് അത് ചോദിച്ചിട്ട് പോകും, പിന്നീട് വിളിക്കാറില്ല. അങ്ങനെ വേണ്ടാന്ന് പറയണം. അതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.